നമസ്കാരം, എല്ലാവർക്കും സാരംഗി ബിൽഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വില്ലയിലേക്ക് 5 മീറ്റർ റോഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡബിൾ സ്റ്റോറി ഹൗസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം പാപ്പനംകോട് മലയത്തിന് സമീപമാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 14 കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഫ്രണ്ട് മുറ്റം കംപ്ലീറ്റ് ആയിട്ടും ഇന്റർലോക്കർ ആണ്. സിറ്റ് ഔട്ടും ഇൻബിൽട്ട് പോർച്ചും ഫ്രണ്ടേജിൽ നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വാട്ടർ സോഴ്സ് വെല്ല് തന്നെയാണ്. വാട്ടർ കണക്ഷന്റെ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസും അലക്കുകല്ലും നൽകിയിട്ടുണ്ട്. ഫ്രണ്ടേജും സ്പേഷ്യസ് ആയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. തിരുമല ഭാഗത്തുനിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസും പൂജപ്പുര ഭാഗത്തുനിന്ന് 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പലയം ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 350 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. സ്പേഷ്യസ് ആയിട്ടാണ് ഫ്രണ്ടേജ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടും ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. 9x6 അടിയാണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. ഫ്രണ്ട് ഡോറും വിൻഡോ എല്ലാം വന്ന ഫുൾ ആയിട്ടും ടൗട്ടിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 9x6 അടി വലുപ്പത്തിൽ വരുന്ന സിറ്റ് ഔട്ടിലൂടെയാണ് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് ഫോൾ സീലിംഗും നൽകിയിട്ടുണ്ട്. 22x12 അടിയാണ് ലിവിംഗ് ഏരിയയുടെ ഡയമെൻഷൻ. ലിവിംഗ് ഏരിയയിലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. വിഗാർഡിന്റെ OASഉം LECന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3 ഫേസ് കണക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ വാഷ് കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് വാഷ് കൗണ്ടറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഡൈനിങ് സ്പേസ് നൽകുന്നുണ്ട്. 12x9 അടിയാണ് ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയും ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് സർവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും നൽകിക്കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. 10x10 അടിയാണ് കിച്ചന്റെ ഡയമെൻഷൻ. എൽ ഷേപ്പിലെ കൗണ്ടർ നൽകി ധാരാളം സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ചെയറിന്റെ ബോട്ടം ഏരിയയിലാണ് ഇൻവെർട്ടർ ഫെസിലിറ്റിയും സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂം ആണ്. കന്നിമൂല ബെഡ്റൂം ആണ്. 16x13 അടിയാണ് ബെഡ്റൂമിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിലെ വാർഡ്രോബും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ബാത്റൂംസിലും യൂസ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ് സ്പേസ്, ഡൈനിങ് സ്പേസ്, കിച്ചൺ, ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലെ എൻട്രൻസിനായിട്ട് സ്റ്റീലിലെ ഹാൻഡ് റെയിലാണ് സ്റ്റെയർ കേസിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ഏരിയയുടെ സെൻട്രൽ വോള് വളരെ മനോഹരമായിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടി പർഗോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 17 സ്റ്റെപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലിവിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്.
14x7 അടിയാണ് ലിവിംഗ് ഏരിയയുടെ ഡയമെൻഷൻ. ബാലൻസ് 2 ബെഡ്റൂംസും ഒരു ബാൽക്കണി സ്പേസുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 30x13 അടിയാണ് ബെഡ്റൂമിന്റെ ഡയമെൻഷൻ. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിലെ വാർഡ്രോബും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിലെ വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇരുപത് 12 അടിയാണ് ബെഡ്റൂമിന്റെ ഡയമെൻഷൻ. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസിലേക്കാണ്. 19x5 അടിയാണ് ബാൽക്കണിയുടെ ഡയമെൻഷൻ. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ബാൽക്കണി സ്പേസും ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട്. 3,850 സെന്റ് ലാൻഡില് 1,950 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മലയം ജംഗ്ഷനിൽ ജസ്റ്റ് ഒരു 350 മീറ്റർ ലോറി സൈറ്റ് ആണ് വീട്ടിലേക്കുള്ള ദൂരം. തിരുമല ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസും പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 79 ലക്ഷം രൂപയാണ്. ഇത് തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ്. താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഹോം ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകാനായാലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.